ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വല്ലാത്ത രീതിയിൽ രാജ്യത്തെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മിഷൻ അട്ടിമറി നടന്നു എന്നുള്ളതിൻ്റെ ചില തെളിവുകളാണ് ആം ആദ്മി നേതാക്കൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഡൽഹിയിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ കേന്ദ്രത്തിന് വിജയിക്കാൻ സാധിക്കണം, BJPക്ക് അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടി തങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടി തന്നെയാണ് അമിത്ഷയും കൂട്ടരും മുന്നോട്ട് പോയത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആം ആദ്മി നേതാക്കൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വോട്ടിംഗ് ശതമാനം. അതായത് ഡൽഹിയിലെ ഗ്രേറ്റർ കൈലാഷ് എന്ന് പറയുന്ന ബൂത്തിൽ ആ വോട്ടിംഗ് ദിവസം തന്നെ അവിടെയുള്ള EVM സ്ലിപ്പുകൾ എണ്ണി നോക്കിയിട്ട് വളരെ വ്യക്തമായി അവിടെയുള്ള ഉദ്യോഗസ്ഥർ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തി. ആ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 59%. അതായത് ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി പഠിച്ചുകൊണ്ടാണ് ആ വോട്ടിംഗ് ശതമാനം ആ ബൂത്തിൽ രേഖപ്പെടുത്തിയത്. അതിൽ അവർ വിനിയോഗിച്ചത് എന്താണ്? അവിടെയുള്ള EVM സ്ലിപ്പുകളുടെ കണക്കുകൾ പ്രകാരമാണ്. EVM സ്ലിപ്പുകൾ എന്ന് പറയുന്നത് എത്ര പേർ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ അതടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗ്രേറ്റർ കൈലാഷിൽ ബൂത്തിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. ആ വോട്ടിംഗ് ശതമാനം 59%. അത് കഴിഞ്ഞ ഒരു ദിവസത്തിന് ശേഷം രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേ ബൂത്തിലെ വോട്ടിംഗ് ശതമാനം പുറത്തുവിട്ടത് 65.20%. അതായത് 65% അവിടെ പോളിംഗ് നടന്നു എന്നാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ അവിടെ വോട്ടിംഗ് ദിവസം EVM സ്ലിപ്പുകൾ വളരെ വ്യക്തമായി പരിശോധിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയതാവട്ടെ 59.94%. അപ്പോൾ അത് കഴിഞ്ഞ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം 8% വർധനവ് കാണിക്കുന്ന ഒരു രീതിയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രത്തോളം അധികമായി അവിടെ പോളിംഗ് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് ഇത്രയും പെട്ടെന്ന് അവിടെ പോളിംഗ് കൂടാനുള്ള സാധ്യതകൾ ഉണ്ടായത്? എന്തടിസ്ഥാനത്തിലാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു തെറ്റായ റിപ്പോർട്ട് പുറത്തുവിടുന്നത്? അവിടെയാണ് പോളിംഗ് ശതമാനം കുറഞ്ഞ ബൂത്തിൽ പെട്ടെന്ന് പോളിംഗ് കൂടി എന്ന് പറഞ്ഞ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ വോട്ടിംഗ് മിഷനിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് ആം ആദ്മി നേതാക്കൾ പറയുന്നത്. കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞ ഒരു ബൂത്തിൽ ഒരു ദിവസം കഴിയുമ്പോൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ശതമാനം കൂട്ടുന്നത്? ഇവിടെയാണ് പറയുന്നത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. ആ അട്ടിമറി എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് എന്നുള്ളത് നാളത്തെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇത് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു നീക്കമാണ്. ഈ നീക്കത്തെ രാജ്യത്തെ പൊതുജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.